പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുമില്ല. കിട്ടിയാൽ കിട്ടി, പൊട്ടിയാൽ പൊട്ടി. എന്തായാലും വലിയ പ്രതിച്ഛായൊന്നുമില്ലാത്ത രാജ്യമാണല്ലോ പാകിസ്ഥാൻ. നേരിട്ട് ഇറാനും അമേരിക്കയും സംസാരിക്കുന്ന ഒരു ലെവലിലായിട്ടില്ല. അങ്ങനെ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം അവസാനിപ്പിച്ചാൽ മുഖം നോക്കാതെ ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അന്തരീക്ഷമുണ്ടാവും. അമേരിക്കയ്ക്കുള്ളിൽ അതിശക്തമായ ആഭ്യന്തര സംഘർഷം, സമ്മർദ്ദം ട്രംപ് അനുഭവിക്കുന്നതിനാൽ ഒരുപക്ഷെ ഇനിയും ആക്രമണം നടത്തുന്നത് എങ്കിൽ തങ്ങൾ സംയമനം പാലിക്കില്ല. എണ്ണ കത്തുന്ന സാധനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ എണ്ണയുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ട്രംപ് ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. ഇനി 3 ദിവസം കൂടി ഇറാന് നൽകും, ഇല്ലെങ്കിൽ വലിയ ആക്രമണം അഴിച്ചുവിടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇറാൻ ഇതിന് നല്ല രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാൻ മറുപടി കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ US-ഉമായി നേരിട്ട് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇറാനിൽ ആരാണ് ഭരിക്കുന്നത് എന്ന് ഇറാൻകാർക്ക് പോലും അറിയില്ല എന്നും ഇനി ചർച്ച വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടെലിഫോൺ ഉണ്ടെങ്കിൽ അവർ US-നെ വിളിക്കട്ടെ എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. താങ്കളും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ വെറും ഒരു പോസ്റ്റ്മാന്റെ റോളിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇനി മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കില്ലേ? മധ്യസ്ഥത വഹിക്കുക എന്നത് പലപ്പോഴും ഒരു സാധ്യതയാണ്, ഒരു വെല്ലുവിളിയുമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുമില്ല. കിട്ടിയാൽ കിട്ടി, പൊട്ടിയാൽ പൊട്ടി. എന്തായാലും വലിയ പ്രതിച്ഛായൊന്നുമില്ലാത്ത രാജ്യമാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ ഒരു ബൃഹത്തായ ഒരു യുദ്ധത്തിന് തങ്ങൾ ഇടപെട്ട് സമാധാനം കൊണ്ടുവന്നു എന്ന് പിന്നീട് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി വെക്കാൻ പാകിസ്ഥാൻ ഒരു അവസരം കിട്ടുമ്പോൾ എന്തിനു വേണ്ട എന്ന് പറയണം? അതുകൊണ്ട് പാകിസ്ഥാൻ 2 കൈയും നീട്ടി ആ നിർദ്ദേശം സ്വീകരിച്ചു. സൗദി അറേബ്യയുമായി ഡിഫൻസ് കരാറുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, സൗദി ആക്രമിക്കപ്പെട്ടാൽ സൗദിയുടെ രക്ഷയ്ക്ക് ആണവരാജ്യമായ പാകിസ്ഥാൻ വരേണ്ടതാണ് ആ ഡിഫൻസ് പാക്ട് അനുസരിച്ച്. അപ്പോൾ ഇറാൻ സൗദിയെ ആക്രമിച്ചു, അത് വസ്തുതയാണ്. സ്വയം പ്രതിരോധത്തിനാണെങ്കിൽ പോലും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചു, സൗദിയുടെ മണ്ണ് ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാൻ ഇറാനെതിരെ സൗദിക്ക് അനുകൂലമായി യുദ്ധത്തിന് വരേണ്ടതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനില്ല. ആഭ്യന്തരമായി പൂരം പ്രശ്നങ്ങളാണ്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ, ബലൂച്ച് ലിബറേഷൻ ആർമി, അതുപോലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലെ, അതായത് ഖൈബർ പക്തൂൺഖ മേഖലയിലെ വിഘടന പ്രവർത്തനങ്ങൾ, അതുപോലെ പാക് താലിബാൻ ഉയർത്തുന്ന വെല്ലുവിളി, ആഭ്യന്തരമായ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. അത് മാത്രമല്ല തീവ്രവാദികളുടെ വലിയ കൂത്തരങ്ങാണ് പാകിസ്ഥാൻ. ഇതെല്ലാം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല സിവിലിയൻ ഭരണം ഒരു നോക്കുകുത്തിയാണ്. ആർമിയും അതിൻ്റെ ജനറൽ ഫീൽഡ് മാർഷൽ അസിം മുനീറുമാണ് ഡിഫാക്ടോ പാക് അതോറിറ്റി. അവരുമായിട്ടാണ് അമേരിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഏകാധിപതി പോലെ പ്രവർത്തിക്കുന്ന അസിം മുനീറുമായിട്ടാണ് അമേരിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നടക്കണമെങ്കിൽ പലരോടും ഒരു ഡെമോക്രാറ്റിക് രാജ്യമായ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തോട് സംസാരിച്ചാൽ എത്ര ലെവലിൽ ആ സംസാരം ഉണ്ടാകേണ്ടി വരും. പ്രധാനമന്ത്രി മാത്രം ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത്, ക്യാബിനറ്റ് കൺസെൻറ്റ് വേണം, ലോക്സഭയെ അറിയിച്ചിരിക്കണം. ഒരു ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ഉണ്ട്. എത്ര കേന്ദ്രീകൃതമെന്ന് പറഞ്ഞാലും ഇന്ത്യ കുറച്ചൊക്കെ വികേന്ദ്രീകൃതം തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിൽ. ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കേന്ദ്രീകൃതമായിരിക്കാം, എങ്കിൽ പോലും പാകിസ്ഥാനെ പോലെ അതീവ പേഴ്സൺ സെൻട്രിക് അല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ അത് ചർച്ച നടത്താമെന്ന് പറയുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്നു. പോസ്റ്റ്മാൻ്റെ റോളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നത് ശരിയാണ്. അതല്ലേ നേരിട്ട് ഇറാനും അമേരിക്കയും സംസാരിക്കുന്ന ഒരു ലെവലിലായിട്ടില്ല. അങ്ങനെ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മധ്യസ്ഥന്മാരുടെ സഹായം കഴിഞ്ഞ് നേരിട്ട് സംസാരിക്കുന്ന ലെവലിൽ എത്തിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ഒന്നല്ല പലവട്ടം. അതുകൊണ്ടാണ് ചില ഉറപ്പുകൾ ലഭിക്കുകയും അത് പാലിക്കപ്പെടുകയും ചെയ്തത് കണ്ടതിന് ശേഷം മതിയാകും. ഇൻഡയറക്റ്റായ ചർച്ചകൾ പോലും അങ്ങനെ മതിയാകും. ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ്. സൗകര്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ അത് അമേരിക്കയ്ക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. തങ്ങൾ ആരുടെയും കാല് പിടിക്കാനില്ല. ചർച്ച ഇപ്പോൾ തങ്ങളുടെ ആവശ്യമല്ല. തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ട്രംപ് പറയുന്നത് ധിക്കാരപരമായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കയ്യിൽ ടെലിഫോൺ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ച് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഇറാൻ്റെ ആവശ്യമല്ല ഇപ്പോഴത്. ഹോർമൂസ് കടലിടുക്കിൽ കൂടി ഇറാനിയൻ കപ്പലുകൾ ഒന്നും പുറത്തോട്ട് പോയില്ല എങ്കിൽ ഇറാന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ജനത വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവിടെ ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെയുണ്ട്, എല്ലാം ഉണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ
സമാധാനത്തിൻ്റെ മാർഗം തേടണമെങ്കിൽ ഒരു വശത്ത് ഉപരോധം തുടരുകയും മറുവശത്ത് സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം പല ആവർത്തി ഇറാൻ പുറത്തു പറഞ്ഞു. ഒരിക്കൽ കൂടെ അത് പറയുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വരെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചെന്നു എന്നത് ശരിയാണ്. അബ്ബാസ് അറാക്ചി ഇസ്ലാമാബാദിൽ എത്തി, ഒമാൻ സന്ദർശിച്ചു, റഷ്യ സന്ദർശിച്ചു, തിരിച്ച് ടെഹ്റാനിലെത്തുന്നു. പക്ഷേ ചർച്ചയ്ക്കുള്ള സമയമായിട്ടില്ല. ചർച്ചയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ, തങ്ങൾ പറയുന്ന ഇന്ന കാര്യങ്ങൾ ലീനിയൻ്റായി പരിഗണിക്കാമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഹോർമൂസിലെ ഉപരോധം, അമേരിക്കൻ ഉപരോധം, ഇറാന് നേരെ, ഇറാൻ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ, ഇറാൻ കപ്പലുകൾക്ക് നേരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം അവസാനിപ്പിച്ചാൽ മുഖം നോക്കാതെ ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അന്തരീക്ഷമുണ്ടാവും. ചുങ്കം പിരിവിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിച്ച് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹോർമൂസ് ഇറാൻ്റെ മാത്രം സ്വാധീന മേഖല ആകുമോ, അതോ 3 രാജ്യങ്ങളുടെ സ്വാധീന മേഖല, അതായത് ആ ബോർഡർ പങ്കിടുന്ന ഒമാൻ, അതുപോലെ ഇറാൻ, അതേപോലെ തന്നെ UAE, 3 രാജ്യങ്ങളുടെയും കൂടെ സംയുക്ത മേഖലയാകുമോ, അതോ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം അറബ് രാജ്യങ്ങളെല്ലാം, GCC രാജ്യങ്ങൾ എല്ലാം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്നുകൂടി ഓർക്കണം. അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രപ്പോസലുകൾ വരും, സംസാരിക്കും, അതിനൊക്കെ സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നു, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കൂ. ഇറാൻ അത് വഴങ്ങാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കൻ പത്രങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ, ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപ് ഈസ് വ്യൂയിങ് ലീനിയൻ്റ്ലി. പക്ഷേ ആള് ട്രംപാണ്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് ട്രംപ് പ്രഥമ ദൃഷ്ടിയ നോ എന്ന് പറഞ്ഞെങ്കിൽ പോലും, ഇറാൻ്റെ പ്രപ്പോസലിനോട് നോ എന്ന് പറഞ്ഞെങ്കിൽ പോലും, അമേരിക്കയ്ക്കുള്ളിൽ അതിശക്തമായ ആഭ്യന്തര സംഘർഷം, സമ്മർദ്ദം ട്രംപ് അനുഭവിക്കുന്നതിനാൽ ഒരുപക്ഷെ എന്നാൽ ശരി, തങ്ങൾ ഉപരോധം തൽക്കാലത്തേക്ക് കുറേ ദിവസത്തേക്ക് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കപ്പലുകളെങ്കിലും പോകത്തക്ക രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ചർച്ച നടക്കൂ. അല്ലാതെ ഗൺ പോയിന്റിൽ ഇത് നടത്താനാവില്ല. അതാണ് സത്യം. ഇനി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം, ഇറാന് 3 ദിവസത്തെ സമയം അനുവദിച്ചു. അതിനുള്ളിൽ US-മായി ഡീലിന് തയ്യാറാകണം. അനുസരിച്ചില്ലെങ്കിൽ ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കും. പറഞ്ഞത് ട്രംപാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി ഇത്തവണ 3 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഗാബ് എസ്ഫഹാനി ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിലെ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തുമെന്നാണ് സഗാബ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗൾഫ് രാജ്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ഇറാന്റെ തിരിച്ചടിയും കടുക്കുമെന്നുറപ്പായി. ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പും അപകടത്തിലാകുമോ? അതാണോ ഇറാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ വേണമോ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ? അങ്ങനെ തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട്, തങ്ങളുടെ എണ്ണ ആണ് തങ്ങളുടെ ഏറ്റവും വലിയ വിഭവം. തങ്ങൾ നിലനിൽക്കുന്നത് തന്നെ എണ്ണ, പ്രകൃതിവാതകം അന്താരാഷ്ട്ര വിപണികൾ വിറ്റുകൊണ്ടാണ്. ഇന്ത്യയെ പോലെ ഡൈവേഴ്സിഫൈഡ് ഒരു കാര്യങ്ങളൊന്നുമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഏറെ പ്രകൃതി വിഭവങ്ങളുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട വിഭവം എണ്ണ തന്നെയാണ്. ഹൈഡ്രോ കാർബൺ ആണ്, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് വിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാന് വല്ലാതെ സമ്മർദ്ദപ്പെടും. റഷ്യയുമായി കുറേയൊക്കെ കച്ചവടം നടത്താൻ കഴിയും, പക്ഷേ റഷ്യക്ക് എണ്ണ വിൽക്കാനാവില്ലല്ലോ. റഷ്യക്ക് ആവശ്യത്തിന് എണ്ണയുണ്ടല്ലോ. ചൈനയ്ക്കാണ് എണ്ണ വിൽക്കേണ്ടത്. ചൈനയുമായി നേരിട്ട് ഇറാൻ അതിർത്തിയില്ല. ഇറാനിൽ നിന്ന് നേരിട്ട് ചൈനയിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പല രാജ്യങ്ങൾ കടക്കേണ്ടതുണ്ട്, വളരെ ദൂരമുണ്ട്, അത് സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഹോർമൂസിലൂടെ വേണം ചൈനയിലേക്കുള്ള ഇറാൻ്റെ എണ്ണ കയറ്റുമതി പോകേണ്ടത്. അതിൽ പ്രധാനമായി വരുന്നത് ഖാർഗ് ദ്വീപിലേക്ക് പലയിടങ്ങളിലായി, കരയിൽ നിന്നുൾപ്പെടെ പലയിടങ്ങളിലായി വലിയ ഹ്യൂജ് പൈപ്പ് ലൈൻസിലൂടെ ഖാർഗിൽ കൊണ്ടുവന്ന് സംഭരണം നടത്തുന്നു. അവിടെ നിന്ന് വാർഫുകളിലേക്ക്, അതായത് ഈ കപ്പലുകൾക്ക് അടുക്കാവുന്ന കടൽ തുറമുഖങ്ങളുണ്ട്, ആ തുറമുഖങ്ങളിലേക്ക് എത്തിച്ച് കപ്പലുകളിൽ നിറച്ച്, അതായത് ഓയിൽ ടാങ്കറുകളിൽ എണ്ണ നിറയ്ക്കുന്നു. ഇറാൻ പരമാവധി ഓയിൽ ടാങ്കറുകളിൽ എണ്ണ നിറച്ചിട്ടിരിക്കുകയാണ്. കപ്പലുകൾ അവൈലബിൾ ആയിടത്തെല്ലാം തന്നെ അത് നിറച്ചിട്ടിരിക്കുകയാണ്. ഓയിൽ സംഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂർണ്ണ കപ്പാസിറ്റിയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഉത്പാദിപ്പിക്കുന്ന എണ്ണ വിതരണം ചെയ്യാൻ
കൊണ്ടുപോകാൻ, ഹോർമൂസ് കടത്തി വിടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഇത് അമേരിക്കയ്ക്ക് അറിയാം, ഇറാനും അറിയാം. പക്ഷേ ഇറാൻ്റെ ടോളറൻസ് ലെവൽ വളരെ വളരെ ഹൈ ആണ്. എക്കാലത്തും ഉപരോധം നേരിട്ടൊരു ജനതയാണ്. കുറേ കാലം സഹിച്ചും ക്ഷമിച്ചും കടിച്ചു പിടിച്ചും നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് യുദ്ധം സംഭവിച്ചാൽ വിദേശത്തേക്ക് എണ്ണ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കുറേയൊക്കെ റിസർവ്സ് ഉണ്ടാകും, പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ഇറാൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത് തങ്ങൾക്കെതിരെയുള്ള ഉപരോധം അവസാനിപ്പിച്ചെങ്കിലേ പറ്റൂ. അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇല്ല എങ്കിൽ തങ്ങളെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ അമേരിക്ക കഴിയാമല്ലോ. ഈ വെടിനിർത്തൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് തുടരുന്ന വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇറാനെ അതിശക്തമായി ആക്രമിക്കാം. ഇനിയിപ്പോൾ ആക്രമിക്കാൻ ബാക്കിയുള്ളത് എവിടെയാണ്? എണ്ണപ്പാടങ്ങൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, ഓയിൽ റിസർവ്സ്, ഇവിടെയെല്ലാമാണ്. പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയൊക്കെയാണ് ഇനിയും ആക്രമണം നടത്തുന്നത് എങ്കിൽ തങ്ങൾ സംയമനം പാലിക്കില്ല. എണ്ണ കത്തുന്ന സാധനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ എണ്ണയുണ്ട്, എണ്ണ സംഭരണശാലകളുണ്ട്, എണ്ണ ശുചീകരണ കേന്ദ്രങ്ങളുണ്ട്, ശുദ്ധീകരണ കേന്ദ്രങ്ങൾ, റിഫൈനറീസ് ഉണ്ട്. ഇത് ഇറാൻ വിചാരിച്ചാൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് 1-4 എന്ന നിലയിൽ 4 ഇരട്ടി തങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ 4 ഇരട്ടി അമേരിക്കയ്ക്കല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് പറയുന്നത് കേവലം ഒരു ഭീഷണിയല്ല. മുൻപും ഇത് പറഞ്ഞു, അത് കേവലം ഭീഷണിയല്ല. ഇറാൻ ആക്രമിച്ചു. ആക്രമണം കുറേയൊക്കെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണതോത് നമുക്കിപ്പോഴും അറിയില്ല. കാരണം വാർത്താ സെൻസർഷിപ്പാണ്. എന്നെ കേൾക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾ നോക്കുമ്പോൾ പൊതുവെ അവിടെ സമാധാനമാണ്. പക്ഷേ അമേരിക്ക സേനാ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ ആക്രമണം നടന്നു. കൊളാട്രൽ ഡാമേജ് മാത്രമാണ് നമ്മൾ പുറത്ത് കേൾക്കുന്നതും കാണുന്നതും. പക്ഷേ ആക്ച്വൽ ഡാമേജസ് ആ രീതിയിൽ വാർത്താ നിയന്ത്രണമുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയിപ്പം കൊളാട്രലൊന്നുമല്ല, നേരിട്ട് തന്നെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നേരിട്ട് തന്നെ ഇറാൻ്റെ മിസൈലുകൾ, ഡ്രോണുകൾ ആക്രമണം നടത്തുകയാണ് എങ്കിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാവുമല്ലോ. അത് ഗൾഫ് മേഖല ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെ സുരക്ഷ, ഗൾഫിൻ്റെ സുരക്ഷ, എണ്ണ സുരക്ഷ, അല്ലെ, ഓയിൽ സെക്യൂരിറ്റി ഓഫ് ദ വേൾഡ് വിൽ ബി ജിയോപഡൈസ്ഡ്. ഈ സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത്, അമേരിക്കയോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇറാൻ പറയുന്നത്, നിങ്ങൾക്കിത് തടയാൻ കഴിയും. നിങ്ങളുടെ രാജ്യത്താണ് അമേരിക്കൻ താവളങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി എന്ന രൂപത്തിലാണ് അമേരിക്ക ആക്രമിക്കുന്നത്. അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ നഷ്ടം മുഴുവൻ നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ ഈ വിഷയത്തെ സമീപിക്കൂ എന്ന മറുവാദമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ടേക്കും കൂടെ പറയാം, എൻ്റെ അഭിപ്രായം പറയാം. യുദ്ധം, ഈ വെടിനിർത്തൽ കാലഘട്ടം തുടരാനാണ് സാഹചര്യം. അൾട്ടിമേറ്റം ട്രംപ് പറയുന്നു 3 ദിവസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോഴെല്ലാം തന്നെ ഒരു അൾട്ടിമേറ്റം പറഞ്ഞു, അതിൻ്റെ തൊട്ട് മുൻപ് വീണ്ടും ദീർഘിപ്പിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഒരു നാടകീയമായ ഒരു ഡീറ്റൂർ എടുത്തുകൊണ്ട് ട്രംപ് മലകം പറയുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞാൽ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ആവില്ല. എത്ര അൾട്ടിമേറ്റം കഴിഞ്ഞതാണ്? ഇറാൻ അൾട്ടിമേറ്റം സമയത്തൊന്നും മിണ്ടിയതേയില്ല. അൾട്ടിമേറ്റം വരുന്നു, വന്നതുപോലെ പോകുന്നു. അപ്പോൾ പ്രഖ്യാപിച്ച വീണ്ടും തിരിച്ചു വരുന്നു. ഇറാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പ്രഖ്യാപിച്ചത് യുദ്ധം ആരാണെങ്കിലും അവർക്ക് മാത്രമേ ഏകപക്ഷീയമായി പിന്തിരിയാനാവൂ. പക്ഷെ അല്ല എങ്കിൽ യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തങ്ങൾ തീരുമാനിക്കും, ഇറാൻ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇറാൻ അത് നീണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടാകും, സ്വയം അത് ആത്മഹത്യാപരമാണ് എങ്കിൽ പോലും അഭിമാനം ഒരു വശത്തെ, ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ മറുവശത്തെ. അവിടെ അഭിമാനബോധം മുന്നിട്ട് നിൽക്കുന്നു എന്ന് ഇപ്പോൾ നിരീക്ഷിക്കേണ്ടി വരും.